അവള് മോൾക്ക് പകരം പല സ്ഥലത്തും വേഷം മാറി താമസിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അവള് കാരണം മോൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? മോളാണെന്നും പറഞ്ഞ് അവൾ എവിടെയെങ്കിലും എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ? ചിലപ്പോ കാല് പിടിച്ച് കരഞ്ഞിട്ടുണ്ടാവും. എന്തായാലും തങ്കത്തിനോടൊന്ന് ചോദിക്കണം. സിത്താരെ, ബിസിനസിന്റെ എന്തോ കാര്യമുണ്ടെന്ന് പറഞ്ഞ് പോയിട്ട് അതൊക്കെ ഓക്കെ ആയോ? അതൊക്കെ ഓക്കെയാണ്. പക്ഷെ വീണ്ടും ഒരു യാത്ര കൂടിയുണ്ട്. എങ്ങോട്ടാ മാഡം? മോളെ അന്വേഷിച്ച്. അല്ല, മോളുടെ വിശേഷം അന്വേഷിച്ച് എൻ്റെ ഒരു ബിസിനസ് പാർട്ട്ണർ മുമ്പ് വിളിച്ചായിരുന്നു. അപ്പോഴാണ് അറിയുന്നത് അയാളെ സുഖമില്ലാതെ കിടക്കുകയെന്ന്. എനിക്ക് അയാളെ ഒന്ന് കാണണം. ആ കാര്യം പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു ഞാൻ സിനി. അതെ, മോള് കളരിക്കലേക്ക് തന്നെ പോയിക്കോ. അതെന്തു പറ്റി? എന്നെ പറഞ്ഞയക്കുന്നില്ല, എല്ലാം ഇവിടെ വെച്ച് അവസാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്? ഒന്നും അവസാനിക്കുകയല്ലേ, തുടങ്ങാൻ പോവുക. ഇപ്പൊ കളരിക്കലേക്ക് പോകുന്നത് നവീന്റെ ഭാര്യയായിട്ട് അഭിനയിക്കാനല്ല, ജീവിക്കാനാ. അമ്മേ, ഇനി എന്നും നീ തന്നെയായിരിക്കും നവീന്റെ ഭാര്യ. സിത്താര മാഡവും ഞാനും തമ്മില് അത് സംസാരിച്ചൊരു ധാരണയിലെത്തിയിട്ടുണ്ട്. നിന്നെ താലി കെട്ടിയവന്റെ കൂടെ തന്നെ നീ സന്തോഷമായിട്ട് ജീവിക്കും. നവീന്റെ ഭാര്യയായിട്ട്. മനസ്സിലായോ? അമ്മയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും. മോള് കഴിക്ക്, നല്ല വിശപ്പുണ്ടാവും. ഉറക്കം കഴിഞ്ഞപ്പോ കുറച്ച് ആശ്വാസമില്ലേ? ഉണ്ട്. കൃഷ്ണയും മോളും തമ്മിൽ എന്താ ശത്രുത? കഴിച്ചോണ്ട് സംസാരിക്കാം നമുക്ക്. പറയും മോളെ, എന്താ നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ? ഒരേ രൂപമായതുകൊണ്ടാണോ? അവള് മോൾക്ക് പകരം പല സ്ഥലത്തും വേഷം മാറി താമസിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അവള് കാരണം മോൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? മോളാണെന്നും പറഞ്ഞ് അവൾ എവിടെയെങ്കിലും എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ.
ചില കാര്യങ്ങൾ ആരോടും ഡിസ്കസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. ആ ഓ അതിനെന്താ, മോൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും പറയണ്ട. കഴിക്ക് കഴിക്ക് കഴിക്ക്. ഉം. കഴിക്ക്, കഴിച്ചോ കഴിച്ചോ. നിന്നെ കൊണ്ടല്ല, നിന്നെ പ്രസവിച്ചവളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. സത്യവതി ആരാണെന്ന് നിനക്കറിയില്ല. വാ മോളെ. വാ. കഥ ഇരിക്കെ. അതെ നവീൻ, നിങ്ങൾ മാത്രമേ ഉള്ളൂ? സിത്താര എവിടെ? ഇത്രയും സീരിയസ് ആയിട്ട് മോൾ ആശുപത്രി കിടന്നിട്ട് തിരിച്ചു വീട്ടിൽ വരുമ്പോ അമ്മ കൂടിയില്ലാതാണോ വരുന്നേ? അല്ലെങ്കിൽ അമ്മയും മോളും രണ്ട് ശരീരവും ഒരാത്മാവാണെന്നൊക്കെയാണല്ലോ പറയുന്നേ. സിത്താര ഇല്ലെങ്കിൽ എന്താ, തങ്കം വന്നിട്ടില്ലേ? ഓ, മോളോട് തങ്കത്തിനുള്ള സ്നേഹം എന്താണെന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ നന്നായിട്ട് കണ്ടതാ. മോൾ അങ്ങോട്ടിരുന്നേ. കഥ ഇരിക്കെ. എന്താ അമ്മ ഇത്? ഗാഥ കയറി വന്നിട്ടല്ലേ ഉള്ളൂ. എന്തേലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഉദ്ദേശമുണ്ടോ? എന്റെ പൊന്നു മോനെ, ഇവിടെ ഇപ്പൊ ഞാൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണോ നിന്റെ ഭാര്യ ഇറങ്ങിപ്പോയത്? നിന്റെ ഭാര്യ പ്രശ്നം ഉണ്ടാക്കി, നിന്റെ ഭാര്യ ഇറങ്ങിപ്പോയി. അതിന് എന്നെ കുറ്റം പറഞ്ഞിട്ടെന്താ? എന്താടി കൊച്ചേ, പണ്ടത്തെ പോലെ എന്തെങ്കിലും ബഹളത്തിനാണോ വന്നത്?